ഫിത്നകളിൽ നിന്ന് ഓടിയകലുക എന്നുള്ളതാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ മറ്റൊരു കാര്യം അതാണ്. ഫിത്ന ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക, പറയുക, അതിലേക്ക് അടുക്കുക. ഇത് പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഫിത്ന ധാരാളമാണെന്ന്. എല്ലാ തരത്തിലുള്ള ഫിത്നയും ഇന്നുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ഷഹവാത്തുകളുടെ ഫിത്നയുണ്ട്, ഹറാമുകൾ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശുബ്ഹാത്തുകളുടെ ഫിത്നയുണ്ട്. ഒരു ഫിത്നയിലും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഫിത്നയുണ്ടോ, അത് അവർ തമ്മിലായിക്കോട്ടെ, ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഭാഗവക്കാകുന്നില്ല, ഞാൻ അതിന് ചെവി കൊടുക്കുന്നില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. ചില ധാരണയുടെ ആളുകൾ സമൂഹത്തിൽ എന്ത് നടന്നാലും ഞാൻ അറിഞ്ഞിരിക്കണം, അത് ശരിയായ നടപടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫിത്ന വ്യാപിക്കും ഒരാൾ അവന്റെ വീട്ടിലിരിക്കലാണെന്ത്. എഴുന്നേറ്റ് നിൽക്കുന്നവനേക്കാളും ഖൈർ ഇരിക്കുന്നവനാണ്, പുറത്തിറങ്ങുന്നവനേക്കാളും നല്ലത് അവിടെ വെറുതെ നിൽക്കുന്നവനാണ്. അപ്പോ ഫിത്ന ഉണ്ട് എങ്കിൽ അതിൽ പരമാവധി അകലം പാലിക്കുക. ഒരു ഫിത്ന നടന്നെന്നറിഞ്ഞോ, എനിക്കത് അറിയേണ്ട കാര്യമില്ല, ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഞാൻ എന്തിനാ അറിയണത്? ഈ ഒരു നിലപാട് വിശ്വാസം സ്വീകരിക്കണം. ഫിത്നയിൽ നിന്ന് ഓടി അകലാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കാരണം? യൂസുഫ് അലൈഹിസ്സലാമിനെ വാതിലടച്ചുകൊണ്ട് ആര് ക്ഷണിച്ചു? സ്ത്രീ ക്ഷണിച്ചു. വസ്തബഖാ അൽബാബ്. രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്തു? യൂസുഫ് അലൈഹിസ്സലാം ഡോറിന്റെ നേരെ ഓടി മത്സരിച്ച്, ഈ സ്ത്രീയും പുറകെ ഓടി. അങ്ങനെയാണ് പിന്നിൽ എന്ത് ചെയ്യുമ്പോൾ വസ്ത്രത്തിൽ പിടിക്കുമ്പോൾ കയറുന്നത്. അങ്ങനെയാണ്. അപ്പോ യൂസുഫ് അലൈഹിസ്സലാം ഫിത്നയാണെന്ന് മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്തില്ല, അവിടെ നിന്നില്ല, ഓടിയകന്നു. അപ്പൊ ഈ ഫിത്നയിൽ നിന്ന് ഓടിയകലുക എന്നുള്ളത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് എന്തുണ്ടാവും? രക്ഷയുണ്ടാവും. അതല്ല, ഫിത്നയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? ആ ഫിത്നയിൽ അകപ്പെടും എന്നതാണ്.